IPL മെഗാ താരലേലത്തിൽ ഏവരും ഉറ്റുനോക്കിയിരുന്നത് മുംബൈ ഇന്ത്യൻസിനെയാണ്. 5 താരങ്ങളെ റീറ്റെയിൻ ചെയ്തുകൊണ്ട് ലേലത്തിനെത്തിയ മുംബൈ ഇന്ത്യൻസിന്റെ പക്കലുണ്ടായിരുന്നത് 45 കോടി രൂപ മാത്രമാണ്. അതുകൊണ്ട് തന്നെ പല പ്രധാന താരങ്ങൾക്ക് വേണ്ടി ബിഡ് ചെയ്യാനും മുംബൈ തയ്യാറായിരുന്നില്ല. ആദ്യ ദിനം വളരെ സൈലൻ്റായി നിന്ന മുംബൈ രണ്ടാം ദിവസം ലേലത്തിൽ ആളിക്കത്തുകയായിരുന്നു. ആദ്യ ദിനം മുംബൈ എത്തിച്ചത് പ്രധാനമായും ട്രെന്റ് ബോൾട്ടിനെയാണ്. ദീർഘകാലത്തെ ആരാധകർ അഭ്യർത്ഥന മാനിച്ചാണ് ട്രെന്റ് ബോൾട്ടിനെ മുംബൈ മടക്കിയെത്തിച്ചത്. അതും 12.5 കോടി രൂപയ്ക്കാണ് ട്രെന്റ് ബോൾട്ടിനെ മടക്കിയെത്തിച്ചതെന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. എന്നാൽ രണ്ടാം ദിനം മുംബൈ എത്തിച്ച താരങ്ങളെ കണ്ട് മുംബൈ ആരാധകർ തന്നെ ഞെട്ടിരിക്കുകയാണ്. IPLയുടെ കിരീട സാധ്യതകളിലേക്ക് വീണ്ടും മുംബൈ ഇന്ത്യൻസിന്റെ പേര് പറഞ്ഞു കേൾക്കുന്ന രീതിയിലാണ് മുംബൈ ഇന്ത്യൻസിന്റെ ഈ കൊല്ലത്തെ ബോളിംഗ് ബാറ്റിംഗ് ലൈനപ്പുകൾ. മുംബൈ ഇന്ത്യൻസ് ആദ്യ ദിനം പ്രധാനമായും വാങ്ങിയത് ട്രെന്റ് ബോൾട്ടിനെയും നമൻദീറിനെ ടീമിലൂടെ മടക്കിയെത്തിക്കുകയും കരൺ ശർമ്മയുമാണ്. എന്നാൽ രണ്ടാം ദിനമാണ് മുംബൈ ഇന്ത്യൻസിന്റെ ദിവസം എന്ന് പറയേണ്ടി വരും. സൗത്ത് ആഫ്രിക്കൻ വിക്കറ്റ് കീപ്പർ താരമായ റയാൻ റിക്കിൾട്ടനെ അടിസ്ഥാന വിലയ്ക്ക് മുംബൈ ഇന്ത്യൻസ് ടീമിലേക്ക് എത്തിച്ചു. 28-കാരനായ റിക്കിൾട്ടൺ മികച്ച രീതിയിൽ T20 ബാറ്റ് ചെയ്യുന്ന താരം കൂടിയാണ്. പിന്നാലെ കർണാടക താരമായ കൃഷ്ണൻ ശ്രീജിത്തിനെയും എത്തിക്കുകയും ചെയ്തു. എന്നാൽ ഇന്നത്തെ പൈയിൽ എടുത്തു പറയേണ്ടത് വിൽ ജാക്സ് തന്നെയാണ്. 5.25 കോടി രൂപയ്ക്കാണ് RCB താരമായിരുന്ന വിൽ ജാക്സിനെ ടീമിലേക്ക് എത്തിച്ചത്. ഒപ്പം രാജങ്കത് ബാവയും മിച്ചൽ സാന്റ്നറെയും ഒപ്പം കൂട്ടിയത് ടീമിന് ബാലൻസ് നൽകുന്നുണ്ട്. ബോളിംഗ് വിഭാഗത്തിൽ ഇന്ത്യൻ സൂപ്പർ താരമായ ദീപക് ചഹറെ 9.25 കോടി രൂപയ്ക്കാണ് മുംബൈ ടീമിലേക്ക് എത്തിച്ചത്. മുംബൈ ഗ്രൗണ്ടിൽ ഏറ്റവും മികച്ചതായി പന്തെറിയാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് മുംബൈ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അടിസ്ഥാന വിലയ്ക്ക് റീസ്റ്റോപ്ലിയെയും അടിസ്ഥാന വിലയ്ക്ക് അശ്വിനി കുമാറിനെയും എത്തിച്ചത് മുംബൈ ഇന്ത്യൻസിന് ബോണസാണ്. എന്നാൽ അതിനെല്ലാം ഉപരി 18 വയസ്സുകാരൻ മാത്രമായ അല്ല ഗസൻഫാറിനെ എത്തിച്ചത് തന്നെയാണ് മുംബൈയുടെ ഏറ്റവും മികച്ച സൈനിങ് ആയി കാണുന്നത്. 4.8 കോടി രൂപയ്ക്കാണ് അല്ല ഗസൻഫാർ എന്ന അഫ്ഗാൻ താരത്തിനെ എത്തിച്ചത്. മിസ്റ്ററി സ്പിന്നറായ താരം മുംബൈ ഗ്രൗണ്ടിൽ മികച്ച രീതിയിൽ പ്രകടനം നടത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്.